ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റഡ് ചിക്കനാണ്. OTG ഓവനിൽ വെച്ചിട്ട് നമ്മൾ റോസ്റ്റഡ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഈ ആവശ്യമില്ലാത്ത ഫാറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഇതിന് സ്കിന്നുള്ള ചിക്കനാണ് വേണ്ടത് കേട്ടോ. ഞാൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫാറ്റൊന്നും നമുക്ക് അധികം വേണ്ട. ഇതിന് ഫ്രോസൺ ചിക്കൻ യൂസ് ചെയ്യണതായിരിക്കും നല്ലത്, കാരണം അതൊന്നും കൂടി നല്ല ടെൻഡറി സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാം കേട്ടോ. നെക്കിൻ്റെ ഭാഗം വേണ്ട. നെക്കിൻ്റെ ഭാഗം വേണ്ടവർ വെച്ചോളൂ, പക്ഷെ നമുക്ക് വേണ്ട. കുറച്ച് ഫാറ്റൊക്കെ ഇരിക്കണം, നല്ലതാട്ടോ. എല്ലാം എടുക്കണ്ട. അപ്പൊ അടുത്ത ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതിൽ സ്റ്റഫ് ചെയ്യാനുള്ള വെജിറ്റബിൾസും പിന്നെ ട്രയലിടാനുള്ള വെജിറ്റബിൾസും കട്ട് ചെയ്യാം. ജസ്റ്റ് ഉള്ളി ജസ്റ്റ് ഇതങ്ങനെ ചുമ്മാ ഒരു ഇത്ര മതി. അടുത്ത ബേബി പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇത് ക്യാരറ്റാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ക്രോസായി കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഉണ്ടോ? ഓക്കെ, ഇത്ര മതി. വെളുത്തുള്ളി ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക കണ്ടോ, ഈ ലെവല് മതി. ഇതിങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, അടുത്ത് അത് റോസ്മേരി ആണ്. നല്ല ഫ്രഷ് റോസ്മേരി കണ്ടോ. നല്ല പൊടി പൊടിയായിട്ട് അരിയാം കേട്ടോ. ഇതിനൊരു പ്രത്യേക സ്മെല്ലാട്ടല്ലേ അതിന്. റോസ്മേരി ഹെയറിനൊക്കെ നല്ല സാധനല്ലേ. പക്ഷെ ഇത് ഇവിടെ കിട്ടാനില്ല കേട്ടാ, എല്ലാ കടയിലും കിട്ടിയില്ല. നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു പച്ചക്കറി കട ഉണ്ട്. അതെല്ലാ വെജിറ്റബിൾസും നമ്മുടെ നാട്ടിലുള്ളതും പുറത്തുള്ളതും വരുന്ന കടകളിലും പിന്നെ മോളുകളിലൊക്കെ കിട്ടും. അതെ, മോളിലൊക്കെ വെജിറ്റബിൾസ് വാങ്ങാനായിട്ട് ഹൈപ്പറിലൊക്കെ കയറി കിട്ടും. നല്ല പൊടിയായിട്ട് തന്നെ കേട്ടോ ചോപ്പ് ചെയ്യും. മുറിക്കുമ്പോ തന്നെ നല്ല മണം അല്ലേ. ഞാൻ ഇന്ന് സലാഡിലിട്ടല്ലോ ഉച്ചത്തെ. അതെ, ഇത് സലാഡിലിട്ടോ? ഇത് ഇട്ടു, ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? ശരിയാ. പാസ്ലി ലീവ്സ് ഇട്ടാ. മറ്റാള് കാണിക്കില്ലേ, മല്ലിയില പോലെ തന്നെ ഉണ്ട് കാണാൻ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊന്ന് സലാഡിലിട്ടു. ഇതൊക്കെ നമുക്ക് ചിക്കൻ്റെ മേലെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതും കൂടിയിട്ടാണ് കേട്ടത്. നല്ല സ്മെല്ലായിരിക്കും. അടുത്ത് നമുക്കിത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിന് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് റോസ്മേരി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിലിടുക. പിന്നെ കുറച്ച് പാസ്ലി ലീവ്സ്. ഇത് ഒണിയൻ പൗഡറാണ് കേട്ടോ, ഒണിയൻ പൗഡർ. പിന്നെ ഇത് പാപ്രിക്ക. അടുത്തത് ഒറിഗാനോ കേട്ടോ. കുറച്ച് മതി. ഇത് ഗാർലിക് പൗഡർ കേട്ടോ. ഗാർലിക് പൗഡർ കുറച്ചിട്ടാൽ മതി. ജിഞ്ചർ പൗഡർ ഇട്ടോ, ഇതും കുറച്ചിട്ടാൽ മതി.
കാരണം ഓൾറെഡി നമ്മൾ ഗാർലിക്കൊക്കെ ഇടുന്നുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ലെമൺ കേട്ടോ, ഓവറായിട്ട് ഇടരുത്, ഒരു പീസ് ലെമൺ ഇട്ടായി. പെപ്പർ പൗഡർ കേട്ടോ, പിന്നെ മെയിൻ സാധനം സാൾട്ട്. അടുത്തത് സാൾട്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നല്ല മിക്സ് ചെയ്യാം കേട്ടോ. ഓയിൽ തന്നെ കുറച്ചും കൂടി ഒഴിക്കണം, കാരണം അത് ലിക്വിഡ് രൂപത്തിലായിരിക്കണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാ ഈ പരുവത്തിലാക്കണം കേട്ടോ. ഇതാ അടുത്ത നമുക്ക് ഈ ചിക്കൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. ഇതിടുമ്പോൾ തന്നെ നിറയും തോന്നുന്നു. അത് വെളുത്തുള്ളി കേട്ടോ. അടുത്ത് കുറച്ച് ഹാസ്ലി ലീവ്സ് കേട്ടോ. അടുത്തത് 2 പീസ് ലെമൺ. ഓക്കെ, അടുത്തത് ഇതിൻ്റെ കാല് രണ്ടും ഇങ്ങനെ കട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എന്താണെന്ന് പറയണം. എന്താ ഇങ്ങനെ വെച്ച് കട്ടണം. ഇത് വയ്ക്കാൻ മറന്നു കേട്ടോ, റോസ്മേരി. ഇതൊന്നും കൂടി ബാക്കിൽ കയറ്റി വിടാം. അതിന് ഇതെന്തിനാന്ന് അറിയാനാ നൂല് വെച്ച് കെട്ടണം. ഇതില്ലെങ്കിൽ വിരിഞ്ഞു പോകും എന്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതാ സെറ്റായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ല എല്ലാ സ്ഥലത്തും ആവണ പോലെ തേക്കണം. അടുത്ത മെയിൻ സാധനമാണ് ബട്ടർ കേട്ടോ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയുണ്ട്. അതായത് ചിക്കൻ്റെ സ്കിന്നില്ലേ, സ്കിന്നിൻ്റെ ജസ്റ്റ് ഇതങ്ങനെ വിരൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാ ഇതുണ്ടാ ഉണ്ടാ ഇങ്ങനെയാവും. അതേപോലെ ഈ സൈഡും ഓക്കെ. രണ്ട് സൈഡ് ഇങ്ങനെ ആക്കുക. ഒരു പീസ് ബട്ടർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിക്കിട്ടാ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വിടുക കേട്ടോ. എന്തിനങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ നല്ല മെൽറ്റായി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങും നല്ലോണം. അപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത് ഈ ട്രേയിലാണ്. ഇതാ ഇതിന് നമുക്ക് ഫസ്റ്റ് സവാള ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ്, കുറച്ച് ക്യാരറ്റ് വേണം.
ഇത്ര മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ വിതറി കൊടുക്കാം. കുറച്ച് സാൾട്ട് ഇടാം. കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഒരു 2 വിസിലാണ് വെച്ച് കൊടുക്കാം. അവിടെ ഇവിടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തതാ റോസ്മേരി ഇട്ട് കൊടുക്കണ്ട. ഇരിക്കട്ടെ. അപ്പം അടുത്തത് നമുക്കിത് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം കേട്ടോ. കാരണം അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും, ഉള്ളു കരിയില്ല. നമുക്ക് ഫോയിൽ പേപ്പറിൽ ചെയ്താൽ കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ത് കിട്ടും. കാരണം ഇത് ഏകദേശം 1 hour വെക്കണമായതുകൊണ്ട് ഫോയിൽ പേപ്പർ ആണെങ്കിൽ സേഫാണ്. ഉടക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യണം. അടുത്ത നമുക്കൊരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ചിട്ട് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചൂടുണ്ടോ ഇതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. രണ്ടാമത്തേൽ വെച്ചാൽ പോലെ അതിൽ ഇതില്ല. ഏകദേശം സെൻറ്റർ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോസ് ചെയ്യാം. 200 ഡിഗ്രിയിൽ ഒരു 60 മിനിറ്റ് കേട്ടോ, 1 hour വയ്ക്കണം. അപ്പോൾ നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ വെക്കേണ്ട ഓപ്ഷൻ ഡബിൾ കോയിൽ ഓപ്പൺ ആൻഡ് ഫാൻ വർക്കിംഗ് ആയിരിക്കണം. ഈ ഓപ്ഷനിലാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ 60 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായി എന്നുള്ളത് എടുത്ത് നോക്കാം കേട്ടോ. അപ്പൊ എന്തായെന്നുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. എന്താ ക്ലാപ്പ് ചെയ്യുന്നു, ബ്രേക്കുട്ട ക്ലാപ്പ് ചെയ്യായിരുന്നു. ചിക്കൻ വെന്തിട്ടുണ്ട്. മേലൊന്നും കൂടി ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണം. അപ്പം അതിനൊരു 15 മിനിറ്റ് കൂടി വെക്കണം. അപ്പം അതിന് മുമ്പ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് മാറ്റാം കേട്ടോ. കാരണം ഇപ്പം ഇതിന് ഓവർ നല്ല വെന്തുള്ളൊക്കെയാണ് കേട്ടോ.
ചൂടടി എങ്ങനെ കഴിക്കാൻ ചൂട് കഴിയും. വെന്തിട്ടുണ്ട് സാധനം അല്ല അതിന് വെന്തിട്ടൊക്കെ ഉണ്ട്. അത് മേളിലൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിട്ട് ഇനിയും ഫോയിൽ പേപ്പർ ഇല്ലാണ്ട് വെക്കണം അല്ലേ? ഒരു 15 മിനിറ്റ് ഒരു 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ വെച്ചാൽ വെച്ച ടൈമിൽ വേണ്ട ഗൈസ്. നിങ്ങളിത് അറിയണം. അപ്പൊ സമയം എത്രയെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കൂ. രാത്രി അതെ കഴിക്കണമെങ്കിൽ പിന്നെ എൻ്റെ ഇതിലും വലിയൊരു കോമഡി ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം. അത് സെറ്റ് ചെയ്യാം എന്നിട്ട് കാണിച്ചു തരാം. 50 ഡിഗ്രിയിൽ വെക്കാൻ പോകുന്നത് 160 വെക്കാം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോമഡി. വിശന്ന് പാവം ഉറങ്ങി. അപ്പൊ നമുക്ക് എടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതെടുത്ത് പ്ലേറ്റിക്ക് മാറ്റാം കേട്ടോ. എടുക്കും ഭയങ്കര ചൂടാണ്. ഇത് റിസ്ക്കാണ്. ഇനി നമുക്ക് ഇതിന് ചുറ്റും വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ബോയിൽ ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ സംഭവമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ. ഇതാ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ്. റോസ്മേരി കിടക്കണം നോക്കി. നമുക്കത് മുറിച്ച് നോക്കാം കേട്ടോ. നല്ല ജ്യൂസി ഉണ്ട് കേട്ടോ. ബട്ടർ വരുന്നോ അതിന് ഉണ്ടോ? ഉണ്ടോ? ഒറ്റ ബട്ടർ നല്ല സ്മൂത്ത് ഇട്ടാ, രക്ഷയില്ല. റെസിപ്പീസ് മുറിച്ചോ കേട്ടോ. കയ്യൊക്കെ സെപ്പറേറ്റ് വന്നിട്ടാ. ഒക്കെ സെപ്പറേറ്റ് വന്നിട്ടാ. തൊടാൻ പറ്റില്ല, അത്രയും ചൂടാണ് ഗൈസ്. സംഭവം
അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ചൂട്, ഭയങ്കര ചൂട്. ഇതാ നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടാ. നല്ല അടിപൊളിയായിട്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കണ്ടാ. ഓക്കെ, ഹാലങ്ങനെ ഊരി കഴിഞ്ഞു. അടിപൊളിയായിട്ട് കണ്ടാ. അത്രയും സോഫ്റ്റ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി, അതിനുള്ള മറുപടി ഞാൻ പറയാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. കാരണം ഇപ്പോൾ സമയമായി, കുറേ പേര് ഉറങ്ങി, കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ, ബൈ.